ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സീറോ ട്രേഡ്സ് ആണ്. ഇന്ന് ട്രേഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് പറയാം. പെട്ടെന്നൊരു ട്രേഡ് തപ്പിയെടുത്ത് കൊടുക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. ഒരു 10 പോയിന്റ് 15 പോയിന്റ് അങ്ങനത്തെ ചിലപ്പോൾ 1-2 ട്രേഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ലാണ്ട് ഇന്നൊരു നല്ലൊരു ട്രേഡ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ നോ ട്രേഡാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്കൊന്ന് ട്രേഡ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. മെയിൻ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഫസ്റ്റിൻ്റെ ടെലിഗ്രാമിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് രാവിലെ ഞാൻ ഇടുന്ന 2 സ്ക്രീൻഷോട്ട് ഈ 2 കാര്യങ്ങളായിരിക്കും. ഇതാരും കറക്റ്റായിട്ട് വായിച്ച് നോക്കണില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ. നിങ്ങളിത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല ഡൗട്ടുകൾ അവിടെ ക്ലിയർ ആയി പോകും. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാൻഡിലാണ് ഫസ്റ്റ് വരെ ചെയ്യുന്നത്. റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ. റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് ഞാൻ ക്ലോസിനോടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് എപ്പോഴും അടിയിലാണ് വരിക. ഈ വിക്ക് നിൽക്കണ ഈ ഭാഗം ഇതൊരു വിക്കാണ്. അപ്പോൾ ആ വിക്ക് നമ്മൾ ട്രേഡ് എടുക്കണ നേരത്ത് എടുക്കാറില്ല. അതിന് വേറെ പല സ്ഥലങ്ങളിലും വിൽക്കാനായി നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു ട്രേഡ് പിക്ക് ചെയ്യുന്ന സമയത്ത് ബോഡി ക്ലോസാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അവിടെ ഫസ്റ്റ് എന്താണ് നമ്മുടെ കണ്ടീഷൻ? ഫസ്റ്റ് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കാരണം, പിന്നെ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് റിജക്ഷൻ ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ കിട്ടണം. അപ്പോഴാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. അപ്പോൾ അതാണ് ഈ ചിത്രം. നിങ്ങളത് കറക്റ്റായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. വളരെ ഈസിയാണ്, നമുക്ക് ഈസിയായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പിന്നത്തെ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ട്രേഡ് എടുത്ത ശേഷം എങ്ങനെ പൈസ ചെയ്യണം. നേരത്തെ ട്രേഡ് എടുക്കണ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ട്രേഡ് കിട്ടി, അതായത് റെഡ് ക്യാൻ്റെ ബോഡി ക്ലോസ് ഒക്കെ കിട്ടി, നിങ്ങളത് പഠിച്ചു, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ വന്നു, ബോഡി ക്ലോസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പിന്നെ എങ്ങനെ ട്രേഡ് എടുക്കാം. അതിന് 3 ഓപ്ഷൻസ് ആയിട്ടാണ്. ഒന്നെങ്കിൽ ലിമിറ്റ് എന്ന് പറഞ്ഞ പേര് ഞാൻ തരണ പ്രൈസാണ്, മനസ്സിലായില്ലേ? അതാണ് ലിമിറ്റ് പ്രൈസ്. ഞാൻ ഇപ്പോൾ 100 രൂപ ചിലപ്പോൾ മേടിക്കാൻ ഉണ്ടാവുക. അപ്പോൾ അതാണ് നിങ്ങളുടെ ലിമിറ്റ് പ്രൈസ്. ഞാൻ നെക്സ്റ്റ് പ്രൈസ് ചിലപ്പോൾ 105 രൂപ പറയണ്ടാവുക. അതാണ് നിങ്ങളുടെ ലിമിറ്റ് പ്രൈസ്. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കണം. അതാണ് ലിമിറ്റ് പ്രൈസ് ബൈ. ഇനി ഒരു ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറഞ്ഞാൽ 100-ന്നൊരു 101, 102, 103 ഈ റെഡ് ക്യാൻഡിൽ ബോഡി ക്ലോസ് എവിടെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ സംഭവം എപ്പോൾ നോക്കിയാൽ ലിമിറ്റഡ് ആയിട്ട് നിർബന്ധമില്ല. കുറച്ചുകൂടി സേഫ്റ്റി നമുക്ക് ട്രേഡ് എടുക്കാൻ വേണം, സേഫ്റ്റി ആവും വേണം. അതിനുള്ളൊരു സെറ്റപ്പാണ് 101, 102, 103 റേഞ്ചിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മുടെ ലിമിറ്റ് പ്രൈസ് 100 പക്ഷെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ 101, 102, 103 ട്രേഡ് എടുക്കാൻ പ്രശ്നമില്ല. വലിയ ടെൻഷൻസ് ഇല്ലാത്ത ഏരിയ അതൊക്കെ. പിന്നുള്ളത് SL സൈഡ് എൻട്രി ആണ്. SL സൈഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഗ്രൂപ്പിൽ പറയും, ഇത് SL സൈഡ് നിർത്തോളാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്നു, നമുക്ക് റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് കിട്ടി. അപ്പോൾ തന്നെ അടുത്ത നമുക്ക് ആ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് കിട്ടി 1 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്യണം. ആ ടൈം ഫ്രെയിം കഴിഞ്ഞ് അടുത്ത ടൈം ഫ്രെയിമിലേക്ക് കയറുമ്പോൾ തന്നെ അത് ഗ്യാപ്പ് ഇട്ട് നമ്മുടെ ലിമിറ്റ് പ്രൈസിൻ്റെ അടിയിലേക്ക് ജമ്പ് ചെയ്ത് പോകണതാണ് ചില ക്യാൻഡിൽസ്. അതായത് നമ്മുടെ ലിമിറ്റ് പ്രൈസിൻ്റെ അവിടെ ഗ്യാപ്പ് ഡൗൺ ഇട്ടിട്ട് ഓപ്പൺ ആവും, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സിനാരിയോസിൽ നിങ്ങൾ SL സൈഡിൽ നിന്ന് എൻട്രി എടുക്കുക. കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ 3 ടൈപ്പ് എൻട്രി. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടും ലിമിറ്റ് പ്രൈസുമാണ്. ഈ ഡിസ്കൗണ്ടും ലിമിറ്റഡും കൺഫ്യൂഷൻ ഉള്ളവർ ഇതിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക. കുറേ കാലമായിട്ട് നിങ്ങൾ കുറേ ആൾക്കാർ യൂട്യൂബ് ചാനൽ കാണുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യണവരായിരിക്കും, മാസങ്ങളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാനിവിടെ ഓഫർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെത്തേഡ് ഓഫ് സ്റ്റഡി നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിന് തരാമെന്നുള്ള ലെവലിലേക്ക്, മനസ്സിലായാലേ? നിങ്ങൾക്കത് ഓഫർ പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്ത് ചോദിക്കുക. കോഴ്സാണ്, തികച്ചും കോഴ്സിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആ കോഴ്സ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് വേണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ വരിക, എന്നോട് DM ചെയ്ത് ചോദിച്ചാൽ മതി. പ്രൈസ് ഞാൻ പറഞ്ഞുതരാം, ഫീ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നുള്ളത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയാണ്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ ലീഗലായിട്ടുള്ള ഇന്ത്യയിലെ ബിറ്റ്കോയിൻ, എത്തേറിയം, ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ലീഗലാണ് ഇന്ത്യയിൽ. അതിന് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ലിങ്കിൽ തന്നെ കയറുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയൊരു ലിങ്ക്, ഈ ലിങ്കിൽ തന്നെ നിങ്ങൾ കയറുക. ഇതെൻ്റെ ലിങ്കാണ്, ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ലിങ്കാണത്. അതിലെനിക്ക് ചെറിയ കമ്മീഷൻ കിട്ടുന്നുള്ളൂ, വേറെ ഉപകാരങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു ഉപകാരമാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് പറയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ലീഗലാണ്. അത് ലീഗലാണ്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ID എനിക്ക് സെൻഡ് ചെയ്ത് തരിക. അതായത് ആ നമ്പർ ഉണ്ടാവും, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഉണ്ടാവും. ആ നമ്പർ സെൻഡ് ചെയ്ത് തന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ട്രേഡ്സും വരും കേട്ടോ. ഞാൻ ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിന് മാത്രമായിട്ട് ഒരു പേയ്മെൻറ്റ് സ്കീമിലേക്കൊന്നും കൊണ്ടുപോകണില്ല. അങ്ങനെ പേയ്മെൻറ്റ് നടത്തി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. അതുകൊണ്ടാണ് ഞാനത് പേയ്മെൻറ്റിലേക്ക് ഇടാത്തത്. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡുകൾ ഡെയിലി വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാൻ, വേണമെങ്കിൽ പിക്ക് ചെയ്യേണ്ട, വെറുതെ വാച്ച് ചെയ്യാം, അങ്ങനത്തെ ഒരു സെഗ്മെൻ്റാണ്, മനസ്സിലായത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഈ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഇതാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമുക്ക് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം നിഫ്റ്റി മൂവ് ചെയ്തു. 4-ാം തീയതി ഇതാണ് ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻ. അവിടെ നിന്ന് നിഫ്റ്റി ഒരു 79-80 രൂപ പോയിൻ്റ് അടിക്ക് വന്നിട്ട് തിരിച്ച് കയറി, ഒരു 32 രൂപ തിരിച്ച് കയറി. അപ്പോൾ ടോട്ടൽ ഡൗൺ ആയിക്കുന്നത് 80, കയറി 30. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് സക്സസ് ചെയ്യാനുള്ള ഒരു റേഷ്യോ അവിടെ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 80 പോയിന്റ് നിഫ്റ്റി ഇറങ്ങിയല്ലോ, അപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇന്ന് അങ്ങനത്തെ സിനാണ് നടന്നിട്ടില്ല കേട്ടോ നിഫ്റ്റിയിൽ. അതിന് ഉദാഹരണം 80 പോയിന്റ് PE പോയത്. അപ്പോൾ PE നോക്കാം കേട്ടോ. ഇതാണ് PE. 4-ാം തീയതിയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 4-ാം തീയതിയാണ് ഡേറ്റ് വരുന്നത്. ഇതിന് ശേഷം രാവിലത്തെ ഒരു സെഗ്മെൻറ്റാണ് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു തന്നത്. അതേ സംഭവം തന്നെയാണ് 4-ാം തീയതി ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. അടിയിലേക്ക് തന്നെയാണ് PE സ്ട്രൈക്കും വന്നേക്കുന്നത്. ഇതിൽ ഒരു പോയിന്റ് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത്ര അടിയിലേക്ക് വന്നേക്കുന്നത് 80 പോയിന്റ് ഉണ്ട്. നിഫ്റ്റി PE ആണെങ്കിലും നിഫ്റ്റി സ്പോട്ട് പ്രകാരം നിങ്ങൾ PE എടുത്താലും നിഫ്റ്റി സ്ട്രൈക്ക് പ്രകാരം PE എടുത്താലും ഇങ്ങനത്തെ ഒരു ലോസ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിങ്ങൾ വരുള്ളൂ. കണ്ടിന്യൂസ്ലി അടിയിലേക്ക് വരുന്ന ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ഇടയ്ക്ക് നടക്കുന്ന പരിപാടിയാണ്. പക്ഷെ അതാണ് ഈ സ്പോട്ട് നോക്കി ചെയ്യുമ്പോഴുള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ലോസുകളേ വരുള്ളൂ. അതിൻ്റെ പകരം നിങ്ങൾ ഈ സ്ട്രൈക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത വെച്ചാൽ സ്ട്രൈക്കാണ്. ഇതിലൊക്കെ ഈ കാണുന്ന ലൈൻസൊക്കെ ഓരോരോ എൻട്രി പോയിൻ്റാണ് കേട്ടോ. ഇന്നത്തെ എൻട്രി പോയിൻ്റുകളാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ എവിടെയും ഒരു എൻട്രിയുടെ സാധ്യത വന്നിട്ടില്ല. ഓരോ ട്രൈ നടത്തി 10 ക്യാൻഡിൽ കഴിഞ്ഞ് അത് കോസ്റ്റ് ഹീറ്റായി പോയി, അത്ര ഉള്ളു കഴിഞ്ഞു. നമുക്കൊരു പ്രോപ്പർ എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ലെവലിലേക്ക് ഒന്നും വന്നിട്ടില്ല എന്ന്. ഞാൻ പിന്നെയും പറയാം, ഇത് അല്ലറ ചില്ലറ 5-10 പോയിൻ്റൊക്കെ കിട്ടാനുള്ള വകുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വകുപ്പുണ്ട്. പക്ഷേ 10ൻ്റെ മോളിക്കൊന്നും എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ മോളിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഇതാണ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. ഫുള്ള് പ്രീമിയം മെൽറ്റിംഗ് ആണ്. സെല്ലേഴ്സിൻ്റെ കൺട്രോളിലുള്ളതെന്ന് നമുക്ക് പറയാം, മനസ്സിലായില്ലേ. അപ്പോൾ എടുത്തെടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇതാണ് ടോട്ടൽ PE നടന്ന കാര്യങ്ങൾ. അതാണ് ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൽ ഇന്നലെ ഒരാൾക്ക് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻട്രി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോവാം. നമ്മൾ ഗോൾഡിൽ ഇപ്പോൾ നോക്കിയാലും 10 പോയിന്റ് SL 50 പോയിന്റ് ടാർഗറ്റാണ്. ഇത് കൂടുതലാണോ കുറവാണെന്നൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഞാൻ കൊടുത്തപ്പോൾ തന്നെ സംഭവം PEയിലേക്ക് കുറച്ച് വരുന്നുണ്ടായിരുന്നു. 3350 3333, ഒരു 17 പോയിന്റ് ഡൗൺ ആയിട്ട് തിരിച്ച് കയറിയായിരുന്നു ഗോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു അടുത്തൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, 3303 ആയിരുന്നു. ഒരു 40 പോയിന്റ് അടിയിലാണ്. പിന്നെ അടുത്ത് മോളിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് സീസണിക്ക് ഇത് മാത്രമുള്ള എൻട്രി. ആ എൻട്രി ഒരു 10 പോയിന്റ് മോളിൽ പോയിട്ട് അടിയിലേക്ക് വരിക ചെയ്തത്. ഇപ്പോൾ പിന്നെയും അതേ എൻട്രി തന്നെയാണ്. സീസണിക്കുള്ള എൻട്രികൾ ഇങ്ങനെ ട്രിഗർ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഗോൾഡിൻ്റെ ഒരു ടോട്ടൽ വ്യൂ. അപ്പോൾ നിങ്ങൾ തികച്ചും ട്രേഡിങ്ങിലൊക്കെ ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡറെന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ടെലിഗ്രാമിൽ DM ചെയ്യുക, ഒരു ഹായ് ഇട്ടാൽ മതി. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് 1 മണിക്കൂറിൽ മുകളിൽ ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പെയ്ഡായിട്ട് കിടന്ന കുറച്ച് മാറ്റേഴ്സൊക്കെ അതിൽ ഇൻക്ലൂഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ബൈ ചെയ്തെടുക്കാം, തികച്ചും ഫ്രീ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡറെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് ക്രൂഡ് ഓയിലിൽ കൊടുത്തൊരു എൻട്രിയാണ് 5450 C ക്രൂഡ് ഓയിൽ. അത് ഓൾറെഡി ഒരു 1:2 അടുത്ത് എത്തിയിട്ടുള്ള ഒരു ട്രേഡാണ്. ഓയിൽ റണ്ണിങ്ങും കൂടിയാണത്, മനസ്സിലായില്ലേ. ക്രൂഡ് ഓയിൽ ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് എടുക്കുന്ന പോലെ തന്നെയാണ് ക്രൂഡ് ഓയിൽ കേട്ടോ. നമുക്കൊരു എൻട്രി വന്ന് നമുക്കൊരു പ്രോഫിറ്റോടെ കിട്ടി. അതായത് നമുക്ക് ഇവിടെയൊക്കെയാണ് എൻട്രി വരണത് 134. അവിടെ നിന്ന് കുറേ മാർക്കറ്റിൽ നിന്നിട്ട് ഒരു 150 വരെ പോയിട്ട് തിരിച്ചിറങ്ങി
പിന്നെ തിരിച്ച് കയറി. ഈ തിരിച്ചിറങ്ങണ ഈ പൊസിഷനിൽ നമുക്ക് ഒന്നുകൂടി ഇവിടെ വേണമെങ്കിൽ റീ എൻട്രി എടുക്കാൻ പറ്റും. ഇത് റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലേസിൽ റീ എൻട്രി ചെയ്യണ നേരത്ത്. കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇവിടെയാണ് കയറേണ്ട വരിക. ഇവിടെയാണ് ഫസ്റ്റ് എൻട്രി, അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് സെക്കൻഡ് എൻട്രി. കയറാൻ പറ്റാത്തവർക്കുള്ള എൻട്രി ഇവിടെയാണ്. ഇവിടെ നല്ല രീതിക്ക് മുളക് പോയുണ്ട്. അത് തന്നെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവത്തിൽ അടിയിലേക്ക് പോയിട്ട് തിരിച്ച് കയറുമ്പോഴാണ് ഈ ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടുള്ളവർ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ എൻട്രി എടുക്കേണ്ടത്. ഇവിടെ ഇങ്ങോട്ട് കയറി തിരിച്ച് ഈ ലൈൻ തട്ടിയിട്ട് ഒറ്റയടിക്ക് തിരിച്ച് കയറുമ്പോൾ എടുക്കാൻ പറ്റില്ല. ഈ ലൈനിൽ ഇറങ്ങി പോകണം, നന്നായിട്ട് കിണച്ചടിയിൽ പോയിട്ട് ഇറങ്ങി പോയിട്ട് തിരിച്ച് കയറുമ്പോൾ ഈ ലെവലിന് എടുക്കാം. അങ്ങനെയാണ് ക്രൂഡ് ഓയിലിൻ്റെ എൻട്രി വരിക കേട്ടോ. ഇത് ഇന്നത്തെ എൻട്രിയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെയും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് BTC ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എൻ്റെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് എൻ്റെ യൂസർ ID അയച്ചു തന്നാൽ ഞാൻ നാളെ ഫ്രീ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും. അതിൽ പൈസയുടെ ഒരു ഫീഡ് ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കുക. നാളെ വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ഇന്നുണ്ടായിരുന്ന കൺസൾട്ടേഷൻ നാളെയും കിട്ടാൻ സാധ്യതയുണ്ട്. മാക്സിമം നാളെ നല്ല ട്രേഡ് കിട്ടാൻ നല്ല വകുപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അത്രയും നല്ല കൺസൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് ആയിരുന്നു, പ്രീമിയം മെൽറ്റിംഗ് ആണ് കാര്യമായിട്ട് നടന്നേക്കണത്. അപ്പോൾ നാളെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എക്സ്പയറി ഡേ ആണെങ്കിലും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.